ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളതേ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാട്ടോ. ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് ഒരു 2-3 സൈറ്റൊക്കെ പോയി നോക്കി. അപ്പോൾ പൊതുവെ ആളുകളുടെ വിചാരം ടൈൽ വർക്കേഴ്സിന് പണിക്കൂലി കൂടുതലാണ്. ശരിയാണ്, അവർക്ക് പണിക്കൂലി കുറച്ച് കൂടുതലാണ്. കാരണം എന്തെന്നോ, നമ്മൾ ഒരുപാട് മെഷീനറികൾ ഉപയോഗിക്കുന്നുണ്ട്. കട്ടർ, ഗ്രൈൻഡർ, പുട്ടി മിക്സർ, വൈബ്രേറ്റർ, അതുപോലെ ട്രോളി കട്ടർ, പിന്നെ ചെറുവക ഒരുപാട് ആയുധങ്ങൾ കുറേ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മെഷീനുകൾ ടൈൽ വർക്കേഴ്സ് മാത്രമല്ല കേട്ടോ, മറ്റ് ഒരുപാട് പണിക്കാർ ഫാബ്രിക്കേഷന്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്, ഒരുപാട് പണി, എല്ലാവിധ പണിക്കിലും ഇപ്പോൾ മെഷീനുകൾ ഉപയോഗിക്കണം. ഒരുപാട് മെഷീനുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ മെഷീനുകൾ കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കിന് നമുക്ക് കറക്റ്റ് കൂലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ പറയുകയാണേ, അതായത് ഒരു മെയിൻ പണിക്കാരന് 1300, 1200 രൂപയോളം നമ്മൾ കൂലി കൊടുക്കണം. പിന്നെ അത്യാവശ്യം ഒരു പണി പഠിച്ചൊരു ഹെൽപ്പർക്ക് 800, 900, 1000 വരെ നമ്മൾ കൂലി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കൂലിയും മെഷീനറിയുടെ വാടകയും വെച്ച് നോക്കി എത്ര ഉപ്പ വരും ഒരു ദിവസം. കാരണം ഒരു 5 ആൾ 4 ആൾ ഒരു സൈറ്റിൽ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ചെറിയ 2 കട്ടറെങ്കിലും, മാർബിൾ കട്ടർ 2 വേണം, അത് ഗ്രൈൻഡർ 2 വേണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും 4 ആൾ 5 ആളൊക്കെ പണിയെടുക്കുമ്പോൾ. പിന്നെ ഇവരുടെ കൂലി, പിന്നെ ബ്ലേഡുകൾ അത്യാവശ്യം വരും കേട്ടോ. നമ്മൾ മോൾഡിങ് ബ്ലേഡൊക്കെ ഇല്ലേ, ഗ്രാനൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മോൾഡിങ് ബ്ലേഡ് വരും, കട്ടിങ് ബ്ലേഡ് വരും. 150, 120 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിലും നല്ല ബ്ലേഡിന് 160, 170 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും, ചീളെടുക്കാത്ത ബ്ലേഡിനൊക്കെ. അങ്ങനെ ഒരുപാട് മെഷീനറികൾ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ സൈറ്റ് കണ്ടതിന് ശേഷം അവിടുത്തെ ചിലപ്പോൾ സൈറ്റ് വളരെ ഈസി ആയിക്കാരം, നമുക്ക് സാൻഡ് കയറ്റാൻ, പിന്നെ ടൈലൊക്കെ 2ാം നിലയും 3ാം നിലയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് ആയിക്കാരം ചെയ്യുക. അങ്ങനെ അവിടുത്തെ കൂലി കൂടി നമ്മൾ നോക്കിയിട്ടാവും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ടൈൽ വർക്കേഴ്സിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത്. പിന്നെ ഏതൊരു പണിയാണെങ്കിലും നമ്മൾ ഒരു പുലർച്ചെ അങ്ങോട്ട് പഠിച്ചുകൊണ്ട് വരുന്നതല്ല, ഒരുപാട് ബുദ്ധിമുട്ടി. എന്നെ സംബന്ധിച്ചോളം ഞാൻ നിലമ്പൂർ പോയിട്ട് അവിടെ റിയാസാക്ക എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്, നമ്മളൊരു സുഹൃത്ത്, നമ്മളെ മലയാളി എന്ന് പറയാം. അങ്ങനെ സെനിൽ, പിന്നെ അജ്മൽ, അങ്ങനെ പറയുന്ന കുറച്ച് ആളുകൾ നിലമ്പൂർ ആ ഭാഗത്ത്. അവരോടൊപ്പമൊക്കെ പോയിട്ട് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഫുള്ള് മണലേറ്റിൽ, സിമെൻറ്റേറ്റിൽ, ടൈലേറ്റിൽ, കട്ടിങ്, ഇവരെ പറഞ്ഞിട്ട് കാരണം നമുക്ക് പണി അറിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് പോരാണെങ്കിൽ ഓർക്കുള്ള വർക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കാരണം നമുക്ക് ആദ്യം ചെയ്യാം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ വർക്ക്, ഏത് പണി കേട്ടോ, ഈ പണി എന്നല്ല, ഏത് പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ